LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. പക്ഷെ മഞ്ജു എവിടെ? അവളെ കാണാനില്ലല്ലോ. ഞാൻ മഞ്ജുനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട, ആദ്യം മാർക്കോയെ വിളിക്കട്ടെ. അതെ സർ, സാഗറാണ് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. മേഘനൊരു തല്ലിപ്പൊളിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നും അറിയാം. അതുകൊണ്ടാ അവനെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ ഇയാൾ മഞ്ജുനോട് പറഞ്ഞത്. എന്നാ അവന് പകരം അവള് കണ്ടെത്തിയത് അവനെക്കാളും പെണ്ണിനെ മോശമായി കാണുന്ന, പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന ഒരുത്തനെയാ. സാഗറുമായിട്ട് മാർക്കോയ്ക്ക് എന്താ ബന്ധം? നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടോ? ഇല്ല മഹാലക്ഷ്മി, അന്ന് എന്നെ കള്ളക്കേസിൽ മേഘൻ കുടിക്കിയ ശേഷം കോടതിയിൽ നിന്ന് ഞാൻ വരുമ്പോഴാ ഈ സാഗറിനെ കാണുന്നത്. മേഘൻ റോഡിലിട്ട് ആ സമയത്ത് സാഗറിനെ തല്ലുമായിരുന്നു. അങ്ങനെയാണ് അവനെ ഞാൻ വിളിച്ചോണ്ട് പോയതും അവനിന്ന് കഥകളൊക്കെ അറിഞ്ഞതും. അതിനുശേഷം മേഘൻ പലതവണ സാറിനെയും മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയപ്പോൾ എനിക്ക് അവനോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. അതുകൊണ്ടാ സാഗറും മഞ്ജുവും തമ്മിലുള്ള അടുപ്പത്തെ ഞാൻ എതിർക്കാതിരുന്നത്. എന്നിട്ടിപ്പോ മഞ്ജു സാഗർ ഒന്നിച്ചാണ് താമസിക്കുന്നത്? അല്ല സർ, ഇന്നവരുടെ രജിസ്റ്റർ മാരേജാ. അവര് അതിനുവേണ്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിരിക്കുക. പാടില്ല. ഒരു കാരണവശാലും മഞ്ജുവിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടരുത്. അതിന് മാർക്കോ കൂട്ടു നിൽക്കരുത്, സാക്ഷിയാകരുത്. കണ്ണേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, അത് തന്നെ എന്റെ അഭിപ്രായം. മാർക്കോയാണ് ഇതിന്റെ ഇടനിലക്കാരനെങ്കിൽ ഇപ്പൊ തന്നെ മഞ്ജുനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരണം. പെൺകുട്ടികളെ മയക്കിയെടുക്കാൻ സാഗറിനെ പോലെ മിടുക്കനായ ഒരുത്തനില്ല. അത് മഞ്ജുവിനും അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് അവൾ അവന്റെ വലയിൽ പെട്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ? സാഗർ ഇപ്പോ പഴയ സാഗർ അല്ല. അവൻ പഴയതായാലും പുതിയതായാലും ഞങ്ങളെ മാർക്കോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബന്ധം നടക്കാൻ പാടില്ല. അവരുടെ ഇടനിലക്കാരനായ മാർക്കോ തന്നെ അതിന് നിമിത്തമാകണം. രണ്ടാളെ രണ്ടാക്കണം. അവരിപ്പോ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കാണും. മാർക്കോ ചെല്ലാതെ രജിസ്റ്റർ മാരേജ് നടക്കില്ലല്ലോ. ഇല്ല. എന്നാ പെട്ടെന്നില്ല, പെട്ടെന്ന് പോയി മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവാ. ശരി സാർ. എല്ലാം എനിക്ക് പറ്റിയ തെറ്റാ. കുറച്ചുകൂടി നേരത്തെ എനിക്കത് മഹാലക്ഷ്മിയോടും സാറിനോടും പറയാമായിരുന്നു. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ എത്രത്തോളം വഷളാവില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയത് മഞ്ജുവിന് ഭാഗ്യമുള്ളതുകൊണ്ടാ. എന്നാ പെട്ടെന്ന് ചെല്ലു മാർക്കോ. ശരി സാർ. എന്നാലൊന്ന് ആലോചിച്ച് നോക്ക് കണ്ണേട്ടാ. മാർക്കോയ്ക്കൊപ്പം മഞ്ജു പോയെന്ന് അറിഞ്ഞപ്പോ പോലും നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ടിപ്പോ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ബന്ധം ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഈ മഞ്ജുവിന് എന്താ പറ്റിയത്? എന്താ ഇത്? ഞാൻ വരുന്നതിന് മുമ്പ് ചടങ്ങ് കഴിഞ്ഞോ?
എന്തിനാടാ ലോപ്പസേ ഞാൻ വരുന്നതിന് മുമ്പ് ഇവരുടെ രജിസ്റ്റർ മാരേജ് നടത്തിയത്? അത് പിന്നെ വാ വാ. അതെ, അവൻ വരുന്നതിന് മുമ്പ് അകത്തെന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിൽ അതൊക്കെ തീർത്തു വെക്കണം. എവിടെയെങ്കിലുമൊക്കെ ഒപ്പിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തേക്കണം. ചിലപ്പോ ഈ വിവരം അറിഞ്ഞിട്ട് മാർക്കോയ്ക്കൊപ്പം കണ്ണൻ സാറും മഹാലക്ഷ്മിയും വരാനുള്ള സാധ്യതയുണ്ട്. അവരൊരിക്കലും വരില്ല ലോപ്പസേ. എന്നാ പിന്നെ നിങ്ങൾ വാ. ആ, നിങ്ങളിതിപ്പോ എത്തി? ഞങ്ങളെപ്പോഴേ എത്തി. ആഹാ, മാർക്കോ എവിടെ? വേറൊരു കാര്യമായിട്ട് നിൽക്കുക. ആ വാ, നമുക്ക് രജിസ്റ്റർ ഇറങ്ങാം. വാ വാ. മാർക്കോ പോയി കണ്ണൻ സാറിനോട് മഹാലക്ഷ്മിയോടും വിവരം പറഞ്ഞ ഒരു കാരണവശാലും നമ്മുടെ കല്യാണം നടക്കില്ല. അതെന്താ നടക്കാത്ത? അതങ്ങനെ മേഘനെ പോലെ തന്നെ എന്നെ ഇഷ്ടമല്ല കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും. പക്ഷെ എനിക്കിഷ്ടമാണല്ലോ. നീ നോക്കിക്കോ മഞ്ജു, ഫിനാൻസിയേഴ്സിൽ പോയി തിരിച്ചു വരുന്ന മാർക്കോ മറ്റൊരാളായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. മാർക്കോ പിന്നെ ഈ കല്യാണം നടത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. നമ്മൾ ഒന്നിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ നീ മാർക്കോന്നല്ല, ആര് പറഞ്ഞാലും അതിന് തടുക്കാനാവില്ല. കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഈ കല്യാണം നടത്തരുതെന്ന് തറപ്പിച്ച് പറഞ്ഞ മാർക്കോ ഇത് മുടക്കും മഞ്ജു. ലോപ്പസും മാർക്കോയും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രജിസ്റ്റർ മാരേജിന് ആരും സാക്ഷികളായി വരില്ല. അതുകൊണ്ട് മാർക്കോ വരുന്നതിന് മുമ്പ് ഈ കല്യാണം നടക്കണം. ഞാൻ അതിനെതിരല്ല. നമ്മള് ഇന്ന് വന്ന കാര്യം നടക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. എങ്കി വാ. അപ്പൊ പിന്നെ ചടങ്ങ് നടത്തുമല്ലേ? ആ അതെ. എടാ, അത് വേണോ? അവനില്ലാതെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. സാഗർ അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ. മാർക്കോ വന്നു കഴിഞ്ഞാ ചിലപ്പോ ഈ ചടങ്ങ് നടന്നില്ലെങ്കിലോ? അവനോടൊന്ന് വിളിച്ച് പറയുകയെങ്കിലും ചെയ്യണ്ടേ? ഇപ്പൊ വരുമല്ലോ മാർക്കോ. മാർക്കോ വന്നോട്ടെ. അതിനു മുമ്പ് നമുക്ക് താലിയിട്ട് നടത്താം. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല. എന്നാ പിന്നെ ചടങ്ങ് നടക്കട്ടെ. എന്നാ ഇനി രണ്ടാളും പരസ്പരം മാലയിട്ടോളൂ. ആ, ഇനി പെണ്ണും ചെക്കനും ഒപ്പുവെച്ചോളൂ. ആ ഇതിവിടെ.
അവൻ ഇനി വന്നിട്ട് എന്തൊക്കെ പറയുമെന്നറിയത്തില്ല. ഇനി എന്ത് ചെയ്യാനാ? നീ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും കണ്ടുവന്നു കഴിഞ്ഞാൽ കല്യാണം നടക്കില്ലെന്ന് സാഗറിന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ അതിനു മുമ്പ് തന്നെ ഇവരങ്ങ് താലി കെട്ടിയത്. ഛേ, ഇനി ഞാൻ കണ്ണൻ സാറിനോട് മഹാലക്ഷ്മിയോട് എന്തു പറയും? ഈ വിവാഹം നടത്തരുതെന്ന് അവരെന്നോട് തറപ്പിച്ച് പറഞ്ഞതാ. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം മാർക്കോ സാഗറിനൊപ്പം ഇറങ്ങി പുറപ്പെട്ടത്. ശരിയാണ്, പക്ഷെ ഇത്രത്തോളം കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും ഇവനെ വെറുപ്പാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കതറിയായിരുന്നു. അതുകൊണ്ടാ മാർക്കോ വരുന്നതിന് മുമ്പ് ചടങ്ങ് നടത്താമെന്ന് ഞാൻ പറഞ്ഞത്. എടുക്കുന്നില്ലല്ലേ? ഇല്ല. മഹാലക്ഷ്മിയാ, ഞാൻ എന്താ പറയേണ്ടത്? മാർക്കോ, ഇവരുടെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കണ്ണേട്ടിനും ഏട്ടത്തെയും പറയുന്നത് കേട്ടിട്ട് മാർക്കോ ഈ വിവാഹം നടത്തരുതെന്ന് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു. തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ മേഘേട്ടന്റെ വീട് വിട്ട് വന്നത്. മാർക്കോ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞല്ലോ, എനിക്ക് നന്നായിട്ട് വളയം പിടിക്കാനുള്ള കഴിവുണ്ട്. എനിക്കൊരു ജോലി സംഘടിപ്പിച്ച് തന്നാ മതി. അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഞാനൊരു ജോലി എങ്ങനെയെങ്കിലും തേടി പിടിച്ചോളാം. അല്ലാതെ കണ്ണൻ സാറിന്റെ സമ്പത്തൊന്നും എനിക്ക് വേണ്ട. അതിൽ കണ്ണു നട്ടിട്ടല്ല ഞാൻ മഞ്ജുവിനെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഇനി നീ കാരണം മഞ്ജുവിന്റെ കണ്ണ് നിറയരുത്. ഇല്ലെന്ന് ഞാൻ 1000 തവണ പറഞ്ഞല്ലോ. അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടല്ലേ നിങ്ങൾ ഈ ബന്ധത്തിന് കൂട്ടുനിന്നത്? മാർക്കോ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇവരെ ഒന്നിച്ച് ജീവിക്കാൻ വിടുന്നതാണ് നല്ലത്. ഈ ഒരു സംഭവത്തോടെ കണ്ണൻ സാർ മഹാലക്ഷ്മിയായിട്ടുള്ള എന്റെ ബന്ധം തന്നെ അറ്റുപോകുന്ന തോന്നേ. അങ്ങനൊന്നും കണ്ണേട്ടൻ മാർക്കോയെ വിട്ട് കളയില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെ കൂടെ നിർത്തുന്ന സ്വഭാവക്കാരന് എന്റെ ഏട്ടൻ. പക്ഷെ ഇപ്പോ എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അവർക്കൊക്കെ മനസ്സിലായില്ലേ? ഞാനിത് ഒരിക്കലും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ലായിരുന്നു. എത്രയോ തവണ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നതാ. ആ സമയത്തൊക്കെ കണ്ണൻ സാറിനോട് ഇത് പറയായിരുന്നു. അപ്പോഴൊക്കെ ഇവൻ ഒറ്റ പറഞ്ഞത്, ഒരു കാരണവശാലും പറയരുതെന്ന്. പറഞ്ഞാല് എനിക്ക് മഞ്ജുവിനെ കിട്ടില്ല. മഞ്ജു ഇറങ്ങി വരുന്നതിന് മുമ്പ് ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ട് കണ്ണൻ സാർ മഹാലക്ഷ്മിയും മാർക്കോയെ വിളിച്ചിട്ട് ഈ ബന്ധം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ മാർക്കോ എന്തു ചെയ്യുമായിരുന്നു? ഇവരൊന്നിക്കേണ്ടവരാടാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ശരി ശരി, മേഘനോടുള്ള പ്രതികാരം മനസ്സിൽ കിടക്കുന്നുണ്ടാ ഞാനിതിനൊക്കെ കൂട്ടുന്നത്. ഇനിയിപ്പോ വരുന്ന പോലെ വരട്ടെ. നിങ്ങൾ വാ. എടാ, അവൻ അവളെയും കൊണ്ട് പോയ സ്ഥിതിക്ക് അവൻ വീട്ടിലൊന്നും നിൽക്കത്തില്ല. രണ്ടും കൂടെ നാട് വിട്ടുപോയെന്ന് എന്റെ സംശയം. പോലീസിനെയൊക്കെ അറിയിച്ച് നാണം കടത്തണ്ടെന്ന് കരുതിയാ നിന്നെ ഏൽപ്പിച്ചത്. എടാ, പെട്ടെന്നൊന്ന് തിരയടാ. ശരി ശരി.
അച്ഛാ അവളെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ഇല്ല അച്ഛാ. പെണ്ണിന് സ്നേഹം കൊടുത്തില്ലെങ്കിൽ സ്നേഹിക്കുന്നിടത്തേക്ക് അവളുടെ മനസ്സ് പാഞ്ഞു പോടാ. അതിന് ഞാൻ അവളെ സ്നേഹിക്കാതിരുന്നിട്ടില്ലല്ലോ. അതിന്റെ ഇടയ്ക്ക് ഞാനും വേറൊരു പെണ്ണുമായിട്ടുള്ള ഫോട്ടോ ഒക്കെ അവളുടെ മൊബൈലിലേക്ക് ആരും അയച്ചു കൊടുത്തത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആ കണ്ണനും മാർക്കോയാണെന്നുള്ള കാര്യം ഉറപ്പാ. മാർക്കോയും മഞ്ജുവും തമ്മിൽ അടുക്കാനുള്ള കാരണം അച്ഛാ കണ്ണനാണെന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയും തന്നെ ആയിരിക്കും ഇതിന്റെ ഇടനിലക്കാര്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നീ നിന്റെ പെണ്ണിനെ തിരിച്ചു കൊണ്ടാ നോക്കണ. കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഈ അന്വേഷിക്കാവുന്നിടത്ത് എല്ലാം ഞാൻ അന്വേഷിച്ചു. ഈ അമ്മ ഇത് എവിടെ പോയി കിടക്ക? നീ വേണമെങ്കിൽ പോയിക്കോ, ഇവിടെ ആരും നിൽക്കണമെന്നില്ല. ഞാൻ നോക്കട്ടെ രാജ. ഓ എത്തിയോ? അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോടാ? ഒരു വിവരവും കിട്ടിയില്ല. അമ്മ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. എടാ അവള് പോയെങ്കിൽ അങ്ങ് പോട്ടടാ. ആ മാർക്കോക്ക് ഇപ്പൊ അവളെ ഇറങ്ങി പോയെങ്കിൽ പിന്നെ എന്തിനാടാ തിരിച്ചു വിളിച്ചോണ്ട് വരുന്നത്? അവളെ ഞാൻ കല്യാണം കഴിച്ചതേ എന്റെ മനസ്സിൽ അവളോട് തീവ്രമായ സ്നേഹം ഉള്ളതുകൊണ്ടൊന്നും അല്ല. അവളിലൂടെ കണ്ണന്റെ സ്വത്തുക്കള് എന്റെ കയ്യിലേക്ക് വരാൻ വേണ്ടിയാ അവളെ ഞാൻ കൂടെ കൂട്ടിയത്. അതുകൊണ്ട് ഇനി അവൾ ആരുടെ കൂടെ പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തിരിച്ച് കിട്ടണം. എന്റെ ഭാര്യയായിട്ട് അവള് നിലനിൽക്കണം. നമ്മൾ ആഗ്രഹിച്ചൊക്കെ കിട്ടിയിട്ട് അവൾ ആരുടെ കൂടെ എന്ന് വെച്ചാൽ പൊക്കോട്ടെ. അതിനവള് തിരിച്ചു വന്നിട്ട് വേണമല്ലോ സ്വത്ത് കിട്ടാൻ. ഓ അമ്മയുടെ കരുനാക്കെടുത്ത് വളച്ച് അവൾ അവളുടെ പാട്ടിന് പോയി. അമ്മ ഒരു ഒറ്റൊരാളാ അവളുമായിട്ട് 24 മണിക്കൂറും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാ അമ്മേത് അപകടമാണെന്ന്. അന്നേരം അമ്മ കേട്ടോ? എടാ അതിനു മുമ്പേ നിന്നോട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. അവൾ ഉടുത്തൊരുങ്ങി പോകുന്നത് അവളുടെ വീട്ടിലോട്ടോ അമ്പലത്തിലോട്ടോ, അതല്ലെങ്കിൽ സംഗതി കുഴപ്പമാവൂന്ന്. അപ്പോഴൊന്നും നീ ശ്രദ്ധിച്ചില്ല. ഓർമ്മ വെച്ച നാള് മുതലേ നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവള് നിന്നെ വഞ്ചിക്കില്ലെന്നൊക്കെയാ നീ പറഞ്ഞുകൊണ്ടിരുന്നത്. എടാ ഒരു പെണ്ണിന്റെ മനസ്സേ വേറൊരു പെണ്ണിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടേ അമ്മമാര് പറയുന്നത് കുറച്ചൊക്കെ ഗൗരവമായിട്ട് കാണണം. എടാ മേഘ, വെറുതെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കാതെ നീ അവളെ അന്വേഷിക്കും മേഘ. ശരിയെന്നാ ഞാൻ പോയിട്ടാ. അത് കണ്ണനും മഹാലക്ഷ്മിയാണ് ഇതിന്റെ പിന്നിലെന്നാ അവൻ പറയുന്നത്. ആയിരിക്കും. അവന്റെ പെങ്ങളെ മേഘന് കൊടുക്കുന്നത് അവൻ ഇഷ്ടമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടവന് അവളെ കൊടുത്തു എന്നാ തോന്നുന്നത്. അതൊരു നാണക്കേടല്ലേ വാമേട്ടാ? അയലത്തുള്ളവര് നാട്ടുകാരി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതൊക്കെ അറിയുന്നതിന് മുമ്പ് എങ്ങനെയും അവളെ തിരിച്ചു കൊണ്ടുവരണം. വേറൊരുത്തനൊപ്പം ഇറങ്ങിപ്പോയവളെ തിരിച്ചു കൊണ്ടുവന്നാലും അവളുടെ മനസ്സ് മേഘനൊപ്പം നിക്കത്തില്ലല്ലോ വാമേട്ടാ. അതിനുള്ള മറുപടി അവൻ പറഞ്ഞില്ലേ. അവൻ അവളെ അല്ല വേണ്ടത്, അവളുടെ സ്വത്ത. പക്ഷേ എനിക്കങ്ങനല്ല. അവൾ എന്റെ സ്വന്തം അനന്തരവളായതുകൊണ്ട് മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കരുതെന്നാ എന്റെ ആഗ്രഹം. അവളൊരു രാക്ഷസി തന്നെയാ. വേണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം എടുത്താൽ മതിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സ്വത്തും പണമൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് മനസമാധാനം കിട്ടിയേനെ. ഇപ്പൊ അതെല്ലാം പോയി. പെങ്ങളെ മോളാണെന്നും പറഞ്ഞ് കെട്ടി മുടിപ്പിക്കാനായിട്ട്. അമ്മേ, മാർക്കോ കമലേശ്വരത്തെ മരുമകനായല്ലേ, അത് കണ്ണനും മഹാലക്ഷ്മിക്കും ബലം തന്നെയാ. എന്നാ നമ്മുടെ മോളുടെ കാര്യം പരിങ്ങലാവും. പിന്നെ നമുക്കൊന്നും പേടിയില്ലത് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല പ്രതാപ. അവൻ ഇനി അവിടെ കയറി മഞ്ജുവിനൊപ്പം താമസം കൂടെ തുടങ്ങിയ എല്ലാവരും അവന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരും. കരുണ എന്തെങ്കിലും പറഞ്ഞാലേ ദേ ഇടി കിട്ടുന്നതേ അവനായിരിക്കും, നമ്മുടെ മരുമോന്. എടാ അവനീ പറയുന്ന ആരോഗ്യമൊന്നും ഇല്ല. ഇടി കിട്ടിയാലേ അവൻ എഴുന്നേറ്റ് തൂത്തു തുടച്ചങ്ങ് പോകത്തേ ഉള്ളൂ. തിരിച്ചൊരു തല്ല് പോലും അവൻ കൊടുക്കത്തില്ല. വന്നല്ലോ.
കണ്ണിൽ കണ്ട ഗുണ്ടകളെയൊക്കെ കമലേശ്വരത്തെ ബന്ധുക്കളാക്കിയതേ നിന്റെ മോളുടെ രക്ഷയ്ക്കായിരിക്കും. ഏത് ഗുണ്ടയുടെ കാര്യം പറയുന്നേ? ഉണ്ടേലടി, ഗുണ്ട ഗുണ്ട. ഓ, ഒന്നും അറിയത്തില്ല. എടീ, നിന്റെ മോളും മരുമോനും അറിഞ്ഞ കാര്യങ്ങള് മറ്റാരേക്കാളും മുന്നേ അറിയുന്നത് നീയാ. നിന്റെ മോളെ എപ്പോഴേ നിന്നോട് വിളിച്ചു പറഞ്ഞു കാണും, മാർക്കോയോടൊപ്പം മഞ്ജു ഒളിച്ചോടി പോയെന്നു. മാർക്കോയോടൊപ്പം മഞ്ജു ഒളിച്ചോടി പോയെന്നോ? LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.